വിധിയുടെ പോക്ക് വളരെ വിചിത്രമാണ് സോമ. എന്താ ഈ പുതിയ വേദാന്തത്തിന്റെ പൊരുൾ? മിസ്സിസ് ദാസ് വളരെ നല്ല സ്ത്രീയാണ്. എനിക്കവരെ ബോധിച്ചു തുടങ്ങിയതാണ്. അപ്പോഴാണ് ഒരു ശങ്ക തോന്നിയത്. ബോംബെയിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ആ ശങ്ക സ്ഥിരീകരിച്ചു. എന്ത്? പണ്ടെന്റെ മുഖത്ത് കരുതേച്ചിട്ട് ഒളിച്ചോടിപ്പോയ ആ കല്യാണ പെണ്ണുണ്ടല്ലോ, അതേ പെൺകുട്ടിയാണ് മിസ്സിസ് ദാസ്. അതെ, ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ടെന്ന്. പക്ഷേ ഇതൊരു വല്ലാത്ത സിറ്റുവേഷൻ തന്നെയാണ്. ഇത്രയും കാലം ഞാൻ മനസ്സിൽ അങ്ങേയറ്റം വെറുത്തിരുന്ന ഒരു സ്ത്രീ എനിക്ക് മനസ്സിലാവുന്നു ചന്ദ്ര. മിസ്സിസ് ദാസിന് ചന്ദ്രനെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ലെന്നാണ് വിചാരിക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാവില്ലല്ലോ പ്രതികരണം. കാരണം അറിയാത്തത് കൊണ്ടാണ് അവർക്ക് ഇത്രയേറെ അറിഞ്ഞാൽ. ഞാനോ അവരതറിയണം, തീർച്ചയായും അറിയണം. അറിയുന്നതല്ലേ നല്ലത്. അല്ലാതെ ഇങ്ങനെ തുറന്നുകൊണ്ട് പോയാൽ രണ്ടുപേർക്കും ഇഷ്ടമായി. അതെനിക്കറിയാം. ഹോം വഴിയും ആലോചിക്കുന്നുണ്ട്. ഹോം വഴി? അതെന്താ? ഞാൻ ട്രാൻസ്ഫറിന് എഴുതി കൊടുക്കാൻ ആലോചിക്കുക. ട്രാൻസ്ഫർ? നമ്മുടെ പ്രോജക്ട് പൂർത്തിയാകുന്നത് വരെ നിൽക്കണോ വേണ്ടെന്ന സംശയമേ ഉള്ളൂ. അതൊരു സൊല്യൂഷൻ? വേറെ വഴിയില്ല. ഇങ്ങനെ തുടരാൻ അസാധ്യമാണ്. ഒന്നുകിൽ ഞാൻ സ്ഥലം വിടണം, അല്ലെങ്കിൽ മിസ്സിസ് ദാസിനെ നീക്കം ചെയ്യും. അത് അന്യായമാണ്. ഞാൻ കാരണം പാവപ്പെട്ട ആ സ്ത്രീ കഷ്ടപ്പെടും. നോക്കൂ, ഇതേ വഴിയുള്ളൂ. ചന്ദ്ര, പണ്ടേ മുതൽക്കുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയാം. ആർ യു നോട്ട് ഇൻ ലവ് വിത്ത് ഹർ? ചോദിച്ചത് തെറ്റിയെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നത് ചന്ദ്രൻ അവരോട് അഗാധമായ സ്നേഹമുണ്ടെന്നാണ്. അതാണ് ഇത്രയേറെ ക്ഷോഭം. സത്യം പറഞ്ഞാൽ എനിക്കറിഞ്ഞു. അറിഞ്ഞുകൂടായികയല്ല, സമ്മതിക്കാനുള്ള ധൈര്യക്കുറവാണ്. മിസ്സിസ് ദാസിന്റെ സ്ഥിതി ഇത് തന്നെയാണെന്നാണ് അവരെന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. അവരുടെ ധൈര്യക്കുറവ് പക്ഷെ മനസ്സിലാക്കാം. ധൈര്യക്കുറവല്ല, പക്ഷേ സോമനായിരുന്നു എന്റെ സ്ഥാനത്തെന്ന് വെച്ചാൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാനായിരുന്നെങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ മിസ്സിസ് ദാസിനെ കല്യാണം കഴിച്ചു. ഞാനിത് ആലോചിക്കാതെയല്ല. പ്രത്യേകിച്ച് സ്റ്റാഫിന്റെ ഇടയിൽ ഇതൊരു സംസാര വിഷയമായിട്ട് എനിക്കറിയാം. ആ സ്ഥിതിക്ക് സൽപ്പേര് നിലനിർത്താനെങ്കിലും. അതും ശരിയാണ്. പക്ഷെ സാധ്യമല്ല. കഴിഞ്ഞ 10-12 വർഷം എന്റെ ജീവിതത്തിൽ പേച്ചിനാവായിരുന്ന ഒരു സ്ത്രീയെ. അവിടെയാണ് ചന്ദ്രന്റെ പ്രശ്നം. ചന്ദ്രൻ നിങ്ങൾ തുടരുന്നിടത്തോളം കാലം ഈ പേക്കിനാവ് ചന്ദ്രനെ പിന്തുടരും. അത് അവസാനിപ്പിക്കാനുള്ള ഒരേ ഒരു വിദ്യ ചന്ദ്രൻ അവരെ കല്യാണം കഴിക്കണം. പിന്നെ ഇതൊരു പ്രശ്നമേ ആയിരിക്കും. എനിക്കുറപ്പ്. നീ വന്നോ? ടെലിഫോൺ വിളി കൊണ്ട് ഇരിക്കെ പൊറുതിയില്ല. ആരാ? മുഖ്യമായും ആ മിസ്സിസ് തമ്പി. നീ ഇന്ന് അവിടെ ഡിന്നറിന് ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് എന്താ ഇത്ര വൈകിയത്? വേഗം കുളിച്ച് ഡ്രസ്സ് മാറി പോവാൻ നോക്ക്. ഞാൻ പോകുന്നില്ല. ഇഷ്ടമില്ലാഞ്ഞിട്ട് തന്നെ. എന്താ നിന്റെ നെറ്റിയില്? ചെറിയൊരു പോറ്. ഇവിടെ വാ നോക്കട്ടെ. ഇത് എങ്ങനെ പറ്റി? ഫാക്ടറി സൈഡിൽ ഒരു തടിക്കഷ്ണത്തിന്റെ തുമ്പുരസി. സാരമില്ല. എത്രത്തോളം പറ്റിയിട്ടുണ്ട്? സാരമില്ലെന്ന് പറഞ്ഞില്ലേ? വേദനയുണ്ടോ? ഇല്ല. ഞാൻ പോയി കുളിക്കട്ടെ. മേലെ കഴിയാ മതി, മുറിവ് നനയ്ക്കണ്ട. ശരി. വല്ലാത്ത വേദനയുണ്ട്. സോറി, ഞാൻ മാത്രമാണല്ലോ ശരീരം. ഞാനായിരുന്നെങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ മിസ്സിസ് ദാസിനെ കല്യാണം കഴിക്കും. ശരി. മോനെ, മിസ്സസ് തമ്പി പിന്നെയും വിളിച്ചിരുന്നു. നിനക്ക് നെറ്റിയിൽ മുറിവ് പറ്റിയത് കൊണ്ടാ വരാഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. അത് പറയേണ്ടിയിരുന്നില്ല. ഇനിയിപ്പോ ആരോഗ്യത്തിൽ അന്വേഷിച്ചുള്ള വരവാകും. നീ ഡിന്നറിന് പോകേണ്ടതായിരുന്നു.
സാരമില്ല, ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളൂ. അതല്ല, അതിലെനിക്കും കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോ അമ്മയും മിസ്സിസ് തമ്പിയും ചേർന്ന് തയ്യാറാക്കിയ പ്ലാനാണ്. നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നി. മോശമുള്ള ബന്ധമല്ല, ജാതകവും അസലായിട്ട് ചേരും. ഓ ശരി, കാര്യങ്ങൾ അത്രത്തോളമൊക്കെ എത്തിയിരിക്കുന്നു. അതേതായാലും വേണ്ടമ്മേ. ഞാൻ പറയേണ്ടത് പറഞ്ഞു, ചെയ്യേണ്ടത് ചെയ്തു. നിനക്കിഷ്ടമില്ലെങ്കിൽ വേണ്ട. ഇനി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് നിന്നെ ഞാൻ വിഷമിപ്പിക്കില്ല. എല്ലാം വിധി പോലെ വരും. ഞാൻ വിവാഹം കഴിക്കുന്നു, അതല്ലേ അമ്മയുടെ ആവശ്യം. അമ്മയുടെ ആഗ്രഹം പോലെ ആകാം. അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നത്? നീ തന്നെയാണോ ഈ പറയുന്നത്? അതോ ഞാൻ സ്വപ്നം കാണുകയാണോ? അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? സത്യം പറഞ്ഞാലില്ല. നീ എന്നെ കളിപ്പിക്കുകയല്ലല്ലോ. അല്ല, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇനിയും എന്താ ഒരു പക്ഷേ? ഞാനൊരു പെൺകുട്ടിയെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അമ്മ അപ്രൂവ് ചെയ്യുമെന്ന് അറിഞ്ഞു. ആ, സെലക്ഷനും കഴിഞ്ഞു. അപ്പൊ നീ ആള് വിരുദ്ധനാണല്ലോ. ആട്ടെ, ആരായി പെൺകുട്ടി? ഞാൻ അപ്രൂവ് ചെയ്യില്ല എന്ന് തോന്നാൻ എന്താ കാരണം? 6-7 വയസ്സുള്ള ഒരു മകനുള്ള സ്ത്രീയാണ്. ആട്ടെ, ആരാ ആള്? മിസ്സിസ് ദാസ്. നിന്റെ സെക്രട്ടറി? നല്ല തറവാട്ടിൽ പെടുന്ന സ്ത്രീയാണ്. വളരെ നല്ല സ്വഭാവവും. കണ്ടാലും എനിക്കിഷ്ടമായി. അതിരിപ്പൊക്കെ മടക്കി. ഞാൻ അന്നേ പറഞ്ഞാണ്. ഇപ്പൊ എന്തായി? എനിക്ക് തോന്നുന്നു എന്റെ മോളി ഇവിടെ വെച്ചെങ്കിലും ഒരു പരിചയം കാണിച്ചുകൂടെ? ഓ, അവളൊരു ഗമ കണ്ടില്ലേ? നമുക്ക് ബോട്ടിൽ പോവാം. ആ, ബോട്ടിൽ പോവാ. ദേവി, ഇരുന്നോളൂ. ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കുന്നതിൽ വിരോധമുണ്ടോ? ഇരിക്കൂ, ഇരിക്കൂ ദേവി. വിരോധമില്ലെങ്കിൽ എനിക്കൊന്ന് 2 കാര്യങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ മോശമായ രീതിയിലാണ് പെരുമാറിയത്. ഐ വോണ്ട് ടു അപ്പോളജൈസ്. ഐ എം സോറി. ദേവിയോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടല്ല. എന്റെ മനസ്സാകെ തകിടം മറിഞ്ഞിരിക്കുകയായിരുന്നു. പ്ലീസ് ഫോർഗിവ് മീ. അമ്മയും ഞാനും തമ്മിൽ കുറെ ദിവസങ്ങളായി ടെൻഷനിലായിരുന്നു. വിഷയം വിവാഹമായിരുന്നു. 10-12 കൊല്ലമായി അമ്മ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ വഴങ്ങാതെ പിടിച്ചു നിന്നു. ഇപ്പോ നിർബന്ധം വളരെ കൂടിയിട്ടുണ്ട്. പോരാത്തതിന് മറ്റു ചിലർ പിന്നാലെ കൂടിയിട്ടുണ്ട്. അതാണ് ഞാൻ ആകെ അപ്സെറ്റായിരുന്നത്. ഇങ്ങനെ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിഞ്ഞു. എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാൽ കുഴപ്പമുണ്ട് താൻ. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ മനസ്സിലുള്ള സ്ത്രീയുടെ മനോഭാവം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ദേവി, എന്താ ദേവി ഒന്നും പറയാത്തത്?
ദേവി, ഐ എം സോറി. ദേവിക്ക് എനിക്ക് ഭാഗ്യത്തിന് അർഹതയില്ല. ദേവി